അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് നമുക്ക് ഇരിങ്ങാലക്കുടക്ക് അടുത്തുള്ള ഒരു എന്താ പറയുക കാട്ടൂർ, അതായത് കാക്കത്തുരുത്തിയാണ്. അവിടെ ഒരു സീഷോർ എക്കോ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഒരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവിടെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഫീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊതുവേ ഇപ്പോൾ കാർ പാർക്കിങ്ങിന് കാശോ അങ്ങനെ കാർ പാർക്കിങ് ആയിട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതേപോലെ നമുക്ക് സമയം ചിലവഴിക്കാനൊക്കെ ഒരു അടിപൊളി നല്ലൊരു അന്തരീക്ഷമുണ്ട് അവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അതിനകത്ത് യാത്ര ചെയ്യുക. അതിനൊക്കെ വന്ന എക്സ്പെൻസ് എന്ന് വെച്ചാൽ വളരെ 30 രൂപയാണ് നമുക്ക് വരുന്നുള്ളൂ കേട്ടോ ഒരാൾക്ക്. പക്ഷേ ഒരു 10-15 മിനിറ്റോളം ആ ഏരിയ മുഴുവനും നമ്മളത് ട്രെയിൻ ഓടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വേറെ റൈഡുകളുണ്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബോട്ടിംഗ് എന്ന് വെച്ചാൽ നമുക്ക് പെഡൽ ബോട്ടാണ് ഉപയോഗിക്കുന്നത്. 4 പേർക്ക് കയറാം. ആ ബോട്ടിനൊക്കെ വന്നത് 4 പേർക്ക് 100 രൂപയാണ് വന്നത്. അതും ഒരു അരമണിക്കൂർ ആ തടാകമല്ല, നമുക്ക് അതിന് സൈഡിലുള്ള ഒരു തോടുകളുണ്ട്, ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ. ആ തോടിലോട് ചവിട്ടി നമുക്ക് ഭയങ്കര സേഫ്റ്റിയാണ്. കാരണം വെള്ളത്തിൽ പിന്നെ അപകടം അങ്ങനെയൊന്നും പറ്റൊന്നുമില്ല, ചെറുതായിട്ടുള്ളത്. അതേപോലെ തന്നെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ആനകളും ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി നല്ല കളിക്കാനുള്ള കുറേ റൈഡുകളും പിള്ളേർക്കുള്ള സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവർ അവിടെ നിന്ന് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 25-20 കിലോമീറ്ററിന് മേലെ ഉണ്ട്. അതേപോലെ ആ ചുറ്റളവിലുള്ളവർ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ പോകാൻ പറ്റിയൊരു ഇതാണ്. നോക്കിയാൽ കുറേ ആൾക്കാരെ കണ്ടു ചെന്ന് എത്തിയിട്ടുണ്ടാവും അവിടെ. പക്ഷേ ഇനി പോകാത്തവർക്ക് ഒരു വട്ടം പോകാൻ പറ്റുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് കിട്ടണേട്ടോ. ഇതേപോലെയൊക്കെയുള്ള നല്ല അടിപൊളി. ഇവിടെ ഇപ്പോൾ കുട്ടികൾ 10 വയസ്സിന് മേലെ 10 വയസ്സ് വരെയൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത്തിരി വലിയ ആൾക്കാരായാലും കുഴപ്പമില്ല, നല്ല ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. കയറി മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല കാറ്റുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അവിടെ എനിക്ക് തോന്നുന്നു കൊണ്ടുവന്ന് കഴിക്കാനൊന്നും പറ്റില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതിനുള്ളിൽ നമുക്ക് ചായ ഉണ്ട്, അതേപോലെ തന്നെ മസാല ദോശ, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ തന്നെ അവരുടെ ഇത് കിട്ടും കേട്ടോ. വേറെ നമുക്ക് അവർ അഡീഷണൽ ആയിട്ട് നമുക്ക് ചാർജ് ഒന്നും ചെയ്യുന്നില്ല. അവർ എല്ലാത്തിലും പൈസ കുറവാണ്. ബോട്ടിങ്ങിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 പേർക്ക് 100 രൂപനുണ്ട്. കുതിര സവാരി ഉണ്ട്, ഒരാൾക്ക് 100 രൂപയാണെന്ന് തോന്നുന്നു കുതിര സവാരിക്ക് വന്നത്. അവിടെ ഉണ്ട്. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത്. അതേപോലെ വൈകുന്നേരം 7 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം കേട്ടോ. അത് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉച്ചരിഞ്ഞ് ശരിക്കും ഒരു 2:30-3 മണി 3:30 എത്ര ലെവലിൽ ചെന്നാലാണ് പറ്റുള്ളൂ. ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 5:30 ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയപ്പോൾ വൈകി. അപ്പോൾ 7 മണി വരെയാണ് അവിടെ. 7 മണിക്ക് കറക്റ്റ് 7 മണി 7:15 ആകുമ്പോഴേക്കും നമ്മളവർ പുറത്തോട്ട് പോകാൻ ഇങ്ങനെ അടക്കി വിട്ടാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കും. പിന്നെ അവിടെ അതേപോലെ തന്നെ ഫാമുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറി അല്ല, നമുക്ക് ചെടികൾ വാങ്ങിക്കാനായിട്ടുള്ള ഒരു വെറൈറ്റീസ് ആയിട്ട് കുറേ ചെടികളുണ്ട്. അതേപോലെ തന്നെ മറ്റേ പശു ഫാമുണ്ട്, അതേപോലെ തന്നെ പക്ഷികളുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് കാണാനായിട്ട് മടിക്കൂല. അതേപോലെ ഇത് ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങാനായിട്ട് അവിടെ ട്രെയിനിൻ്റെ ഒരു സൗകര്യം നമുക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനും വലിയ എക്സ്പെൻസ് ഒന്നും വന്നില്ല കേട്ടോ. നല്ല അടിപൊളി യാത്രയാണ് അത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പോയ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ നല്ലതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. പക്ഷേ അത് നമ്മൾ അവിടെ ചെല്ലുന്നതിൻ്റെ ഉള്ളിൽ നല്ലൊരു അന്തരീക്ഷം നമുക്കത് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം സമയം എന്താ പറയുക, നമ്മളൊരു 3:30 ചെന്നാൽ പോലും നമ്മളൊരു 7 മണിയാവുന്നത് അറിയില്ല, അത്രയും പെട്ടെന്നത് തീരും ആ ടൈം. പക്ഷേ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 9 മണിക്ക് ഞാൻ അവിടെ ചോദിച്ചു. അപ്പോൾ 9 മണിക്ക് ഓപ്പൺ ആവും. ആൾക്കാർ രാവിലെ കുറവായിരിക്കും. ഉച്ചരിഞ്ഞിട്ടാണ് എല്ലാവരും കൂടുതൽ ആൾക്കാർ വന്നതെന്ന് പറഞ്ഞു. ഇതേപോലത്തെ നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് 6 മണി വരെ 9 മണി 6 മണി വരെ ഇവിടെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂട്ടും എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കാര്യങ്ങളില്ല. അപ്പോൾ അവിടെ കുറച്ച് വേറെ റൈഡുകളും കൂടിയൊക്കെ ഉണ്ട് അവിടെ. അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് പെഡൽ ബോട്ടൊക്കെ വേണ്ട. ഇത്രയും വീതിയുള്ളൂ കേട്ടോ. അത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതിനകത്ത് നിറച്ച് മീനുകളും എല്ലാവരും വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനാണ് ഈ കാണുന്നത്. ഞങ്ങളൊന്ന് അപ്പോൾ ഒരു 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ആൾക്കാർ കയറി ഇരിപ്പുണ്ട്. 5 ബോഗി അങ്ങോട്ട്. അപ്പോൾ അതിനകത്ത് യാത്ര എന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു എത്ര ഏക്കറൊന്നും നമുക്ക് ചോദിച്ചില്ല. പക്ഷേ ഒരുപാട് ഏരിയ ഉണ്ട്. കാരണം 15-20 മിനിറ്റോളം ഈ ട്രെയിൻ അവിടെ ഓടുന്നുണ്ട് നമ്മളെ കൊണ്ട്. പെഡൽ ബോട്ടുകളും നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. അവിടെ ഒരു 10 അവിടെ കിടപ്പുണ്ട്. അതിനുള്ള ആൾക്കാർ വന്നോട് കേട്ടോ. കാരണം ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ ഉണ്ട് ഒരു 100 പേരോളം അവിടെ വന്നിട്ടുണ്ട്. അതിന് മേലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെല്ലുന്ന സമയത്ത് ആൾക്കാർ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അവർ 10-40-50 കാറുകൾ അവിടെ പാർക്കിംഗ് ആയി കിടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കത്തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാക്കത്തുരുത്തിയാണെന്നത്, അതായത് ഇരിങ്ങാലക്കുടിയിൽ നിന്ന് കാട്ടൂർ കാക്കത്തുരുത്തി. അത് ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടാലും കറക്റ്റായിട്ട് കാണിച്ച് അത് നമ്മളെത്തിക്കണ്ട കേട്ടോ. ഈ പെഡൽ ബോട്ടിൽ നമുക്ക് അപകടമൊന്നും സംഭവിക്കില്ല. അത് നല്ലൊരു ഇതാണ്. നമുക്ക് നേരെ പോയി അത് കറങ്ങി തിരിച്ചിങ്ങ് വരാം. നമുക്കൊരു റൗണ്ടൊക്കെ അടിക്കുക, അല്ലെങ്കിൽ 1-2 റൗണ്ട് അടിച്ചാലും കുഴപ്പമില്ല. അതേപോലെ ഫാമിൽ 10-25 പശുക്കളോളം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അതിവിടെ എന്താ പറയുക, പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിലുള്ള യാത്രയാണ് കാണിക്കണത്. ട്രെയിനിലുള്ള യാത്ര എന്ന് വെച്ചാൽ കുറച്ച് ഫുള്ളായിട്ട് കാണിക്കുന്നത് വെച്ചാൽ നമുക്കൊരാൾക്ക് പോകുമ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ എന്നും അത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തിരി കറക്റ്റായിട്ട് തന്നെ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കണത്, ആ യാത്ര തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. നല്ല ഒരു ട്രാക്ടറെന്ന് തോന്നുന്നു ഘടിപ്പിച്ചേക്കണേ കേട്ടാ. അത് ട്രാക്ടറിനാണ് വലിച്ചു പോകുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും നല്ല അടിപൊളി ഫീൽ ചെയ്യുന്ന യാത്രയായിട്ട് നല്ല സുഖത്തോടെ തിരിച്ച് പോകാനായിട്ട്. അത് ശരിക്കും റെയിൽമേ കൂടെ അല്ല പോകുന്നത്, റോട്ടിലൂടെ ഓടുകയാണ് കേട്ടോ. അത് അവിടെ ഫാമാണ് കേട്ടോ, അത് പശുവിൻ്റെ ഫാമാണ്. അവിടെ അതിൻ്റേതായ പണിക്കാരും കാര്യങ്ങളൊക്കെ കൂടെ വേറെ അകത്തുണ്ട് അവർ. പിന്നെ അവിടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ചായാലും നമുക്ക് സെൽഫ് സർവീസാണ്. അവിടെ കൗണ്ടർ, അവിടെ ബില്ലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കാണിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പം തന്നെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ നമ്മൾ പോയി എടുത്ത് ഫുഡ് വെച്ച് കഴിക്കുക, പോരാ. ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയാണ്. വേറെ പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് അടിപൊളിയായിട്ട്. ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിലൊക്കെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് മാറും അത്. കാരണം വേറെ റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് അതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വട്ടം പോയി കാണാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തോളൂ കേട്ടോ. നല്ലതാണ്, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഒരു 10-30 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിലും നമുക്കത് പോയി കാണാനായിട്ട് ഒരു നഷ്ടം വരില്ല. അത് ഒരുപാട് ആൾക്കാർ ചെല്ലുന്നുണ്ട് കേട്ടോ. ആ നാട്ടിലുള്ള ആൾക്കാരായാലും കുറേ ആൾക്കാരൊക്കെ ചെന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോകാനായിട്ട് ഒരു വട്ടം ശ്രമിച്ചോ. പിള്ളേരെയും കൊണ്ടൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമുണ്ട്. എന്നാൽ നമുക്ക് അവർക്ക് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ രക്ഷകർത്താക്കളുടെ ശ്രദ്ധ വേണമെന്ന്. കാരണം ഒത്തിരി കൂടി എന്താ പറയുക, ആ മുകളിൽ നിന്നൊക്കെ താഴെയിലോട്ട് ഇറങ്ങി വരുന്നതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഹൈറ്റ് കൂടിയ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധ നിങ്ങൾ ചെയ്യണം. കാരണം അവർ അവിടെ കുറേ ആൾക്കാരൊന്നും ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരില്ല. നമ്മൾക്കിടെ ഉത്തരവാദിത്തത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അവർ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീസും കാര്യങ്ങളൊന്നും ഈടാക്കാതെയാണ് ചെയ്യണത്. ഇപ്പോൾ ഈ കാലത്തൊക്കെ അത് തന്നെ നമുക്ക് എന്താ പറയുക, എല്ലായിടത്തും എവിടെ കയറിയാലും പാർക്കിംഗ് ഫീ അത് എല്ലാത്തിനും ചാർജ് ചെയ്യണം. ഇതൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് നടന്ന് കാണാനാണെങ്കിൽ ഒറ്റ പൈസയും കൊടുക്കണ്ട. വെറുതെ നമുക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞെല്ലാം സന്തോഷകരമായിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ പൈസ ചിലവില്ലെങ്കിൽ നമുക്ക് 1 രൂപ പോലും ചിലവാക്കാതെ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും ലൈറ്റൊക്കെ മങ്ങി തുടങ്ങിയിരുന്നു. അത് കാരണം കുറച്ചും കൂടി നല്ല നല്ല ഭാഗങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ഉണ്ടാവും, 1, 2, 3, 4, 5 എണ്ണം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ രണ്ടാമത്തേലാണ് കണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് പോയി പറ്റത്. അതേപോലെ എന്ത് വേണ്ട ഈ റൈഡ് ഉണ്ട് അവിടെ, ഇതിനകത്ത് പിള്ളേരെയൊക്കെ കൊണ്ടുവരിക. അത് നല്ല സ്പീഡിലൊന്നുമല്ല, ഏകദേശം ഒരു അപകടമില്ലാത്ത ലെവൽ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഊഞ്ഞാലുണ്ട് അവിടെ. ഊഞ്ഞാൽ ഇപ്പോൾ അവിടെ വർക്കിംഗ് ആണെന്ന് അറിയില്ല, അവിടെ ആൾക്കാരുണ്ടായില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കൊരു തൃപ്തി തന്നെ ഒരു പാർക്കാണ് കേട്ടത്.
അടിപൊളിയാണത്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടം വരെ എത്തിയത് ഇവിടെ വെച്ച് ട്രെയിൻ ഓഫ് ഇവിടെ നിർത്തി നമ്മളൊക്കെ ഇറങ്ങിയാണ് കേട്ടോ. അതാണ് നമ്മുടെ ട്രെയിൻ ഓടിച്ചാൽ നമ്മൾ എന്താ പറയണ പൈലറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഇതിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് കവർ ചെയ്യുമ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം വന്നത്. അവിടെയും അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടി ഉള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി വൃത്തിയോടുകൂടിയാണ് നമുക്ക് അവർ ചെയ്തു തന്നത് കേട്ടോ. അവിടെയും വന്നത് അധികം പൈസ ഒന്നുമില്ല. ചായക്ക് 10 രൂപ ഉണ്ട്. അതേപോലെ തന്നെ മസാല ദോശ 80 രൂപ വന്നത്. ഇതിലാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്. വേറെ റേറ്റുകൾ പിന്നെ മറ്റേ ഐറ്റംസൊക്കെ അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീം ഉണ്ട്, പിന്നെ അത് പഴംപൊരി ഉണ്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ചെറുകടികളൊക്കെ ഉണ്ട് അവിടെ. ചായ കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഞങ്ങളുടെ. അപ്പോൾ ഇവിടെ നമുക്കത് ഇവിടെ ഒരു നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു അവരൊരു പിള്ളേർക്ക് കയറാൻ പറ്റിയതൊരു ഗുഹയൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാനൊന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ രസമാണ് അതൊക്കെ. പിള്ളേർക്ക് ഒരു വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല സീനുകൾ കുറച്ചും കൂടി എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ ലൈറ്റിൻ്റെ പ്രശ്നം വന്നതോടുകൂടി നമ്മൾ അങ്ങോട്ട് പിന്മാറിയാണ് ചെയ്തത്. കാരണം നല്ല ക്ലാരിറ്റി. അപ്പോൾ തന്നെ ഞാനത് വിചാരിച്ചു ഒരു 4 മണിക്കെങ്കിലും നമ്മൾ ഒരു 4:30 അവിടെ എത്തിയാലും നമുക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ നേരത്തെ ചെല്ലണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോഴേക്കും വൈകി പോയി, ഓടിയിടുന്ന് എടുക്കാനും പറ്റില്ല. പിന്നെ ട്രെയിനിലെ യാത്ര നമുക്കൊരു അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതും നമ്മൾ അറ്റൻഡ് ചെയ്തു. അതോടുകൂടി നമുക്ക് ഇത്തിരി ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് നമ്മുടെ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കിച്ചനും വന്നത് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തേക്കണത്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ പുറത്ത് പോയി ഇരിക്കാനുള്ളതും ഉണ്ട്. അവിടെ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കഴിക്കാനായിട്ടും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു മസാല ദോശയാണ് പറഞ്ഞുള്ളൂ, പക്ഷേ ടേസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ വേറെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ ഒരു വട്ടമെങ്കിലും പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇരുട്ടായി. ഈ സമയമായപ്പോഴേക്കും അവർ നമ്മളോട് ഞങ്ങളുടെ അവിടെ എല്ലാവരും വിസിലടിച്ച് ഓരോരുത്തർ പുറത്തോട്ട് പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പോവുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഒരു വട്ടം പൊക്കോട്ടാ. പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമുണ്ടാ. അപകടമൊന്നുമില്ല, അധികം ചിലവുമില്ല.